ഹല്ലേലൂയ. മഹത്വം എല്ലാ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവരെയും വിശേഷാൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ക്രിസ്തീയ ശിഷ്യത്വം എന്ന ഒരു വിഷയം നമ്മൾ ആഴ്ചതോറും ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് നമ്മുടെ മൂന്നാമത്തെ ധ്യാനമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തോളം സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരുമൊത്ത് സമയം ചെലവഴിച്ചു എന്ന തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സമയങ്ങളിൽ ഒന്ന് അവിടുന്ന് അവർക്ക് മഹാനിയോഗം കൊടുത്തു. ആ മഹാനിയോഗം 4 സുവിശേഷകരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്ത ഊന്നലുകളാണ് ഓരോ സുവിശേഷകരും കൊടുക്കുന്നത്. മർക്കോസും ലൂക്കോസും കൊടുക്കുന്നത് സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലാണ്, ഇവാഞ്ചലിസം. മർക്കോസിൽ പോയി സുവിശേഷം പ്രസംഗിക്കണം എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. ലൂക്കോസിൽ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്ന് ലൂക്കോസ് 24:47 വാക്യത്തിൽ മാനസാന്തരവും പാപമോചനവുമാണ് പ്രസംഗിക്കപ്പെടേണ്ടത് എന്ന് നമ്മൾക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിയും. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ഊന്നലാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യം, അതിൽ 20-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പം മത്തായിയുടെ ഈ സുവിശേഷത്തിലെ മഹാനിയോഗത്തിന്റെ ഊന്നല് നമ്മൾ മനസ്സിലാക്കി. ആ ഭാഗവും ലൂക്കോസിന്റെ സുവിശേഷത്തിലെ സുവിശേഷീകരണത്തിന്റെ ഭാഗവും കൂടെ ഒരുമിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നിർദ്ദേശിക്കുന്ന മഹാനിയോഗത്തിന്റെ ഒരു പൂർണ്ണമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. നമ്മൾ സുവിശേഷീകരണത്തിന്റെ കാര്യങ്ങൾ അല്പമായി പറഞ്ഞുവെങ്കിലും ഈ ശിഷ്യത്വത്തോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ധ്യാനം നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പൊ 28-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ 20-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും, മേക്ക് ഡിസൈപ്പിൾസ്. ശരിക്കും ഇതാണ് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത്. കേവലം കൺവേർട്സിനെ ഉണ്ടാക്കുക എന്നതല്ല കർത്താവ് കൽപ്പിക്കുന്നത്. യേശുവിൻ്റെ അനുയായികളായി കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ വാർത്തെടുക്കണം എന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് പുറപ്പെട്ടു പോകുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക. അത് മാത്രമല്ല, കർത്താവ് പഠിപ്പിച്ചത് മുഴുവനും അവരെ പഠിപ്പിക്കുക. അക്കാഡമിക്കലായിട്ട് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ പഠിപ്പിക്കുക. അങ്ങനെ ശിഷ്യരാക്കിക്കൊള്ളുക. ആ പദപ്രയോഗം മെയ്ക്ക് ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന ആ പ്രയോഗം കൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, രക്ഷിക്കപ്പെട്ട ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾ ശിഷ്യനാകുക അല്ല. ആ ആളിനെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് പരിശീലിപ്പിക്കുന്ന ആളിൻ്റെ വ്യക്തിപരമായ ജീവിതവും അദ്ദേഹം പറയുന്ന മെസ്സേജിന്
പിന്താങ്ങുന്നതായിരിക്കണം, അതുപോലെ ആയിരിക്കണം. അതാണ് പുതിയ കൺവേർട്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ് ഈ ഡിസൈപ്പിൾ, ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം പഠിക്കുന്നവൻ, ലേണർ, സ്റ്റുഡന്റ്. വേറെ ഒരു വാക്ക് അനുഗമിക്കുന്നവൻ. അപ്പൊ ആ വാക്കിൽ നിന്നും നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ കഴിയും. മഹാനിയോഗം കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് കൊടുക്കുന്നത്. അതിനു മുൻപ് തന്നെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് ആളുകളെ വിളിക്കുന്നത് മുഴുവനും അനുഗമിക്കുവാനാണ്. ആദ്യം മുതൽ തന്നെ കർത്താവ് ആളുകളെ അവിടുത്തെ ജീവിത ശൈലി അനുഗമിക്കുവാൻ, അവിടുത്തെ പഠിപ്പിക്കൽ അനുഗമിക്കുവാനായിട്ടാണ് അവിടുന്ന് വിളിക്കുന്നത്. എൻ്റെ പിന്നാലെ വരുവീൻ, ഫോളോ മീ. അത് കർത്താവ് കോൺസ്റ്റന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന, ആളുകളെ വിളിച്ച ഒരു പദപ്രയോഗമാണ്. ഇപ്പൊ ഇസ്രായേലിൽ മുഴുവനും കർത്താവ് യാത്ര ചെയ്യുമ്പോൾ നിരന്തരമായി കർത്താവ് പറഞ്ഞ ഒരു ദൂതാണ് ഈ ഫോളോ മീ, അനുഗമിക്കുക. അപ്പം ശിഷ്യത്വത്തിനേക്കുള്ള വിളി അത് വാസ്തവത്തിൽ തുടങ്ങുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. ആ കാലങ്ങൾ റബിമാരെയൊക്കെ അനുഗമിച്ചവരുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ വിളിയോടുള്ള ബന്ധത്തിൽ, കൽപ്പനയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിരന്തരമായി കർത്താവ് ആളുകളെ ക്ഷണിച്ചത് അവിടുത്തെ ശിഷ്യരാകുവാൻ വേണ്ടിയാണ്. അത് വാസ്തവത്തിൽ വ്യക്തിപരമായ ഒരു ഇൻവിറ്റേഷനാണ്. ആളുകളെ പേഴ്സണലായിട്ട് കർത്താവ് ക്ഷണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അല്പമായിട്ടൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇത് ഞായറാഴ്ചയിലോ മറ്റേതെങ്കിലും ഒരു ദിവസമോ കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക എന്ന അർത്ഥത്തിലല്ല. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഇതൊരു നിരന്തര യാത്രയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ അവിടുത്തെ മനുഷ്യത്വത്തിൽ ജീവിച്ചതെങ്ങനെയാണെന്ന് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കി ഗ്രഹിച്ച് അതുപോലെ ആത്മശക്തിയോടെ ജീവിക്കുവാനുള്ള ഒരു വിളിയാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ ഒരു മൊമെന്ററി ആയിട്ട് ഒരു ദിവസം ഒരു പെട്ടെന്നൊരു ഉണർവ് തന്നു, ഉപവാസ പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ആത്മീക ഉണർവ് വന്നു, 2 ദിവസത്തേക്കൊന്ന് ആത്മീകമായ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചെയ്യുന്ന ആ ഒരു അനുഭവമല്ല, മൊമെന്ററി അല്ല. നിരന്തരമായി കർത്താവിനെ അനുഗമിക്കുക. അങ്ങനെ അനുഗമിക്കുന്നയാൾ പൂർണ്ണമായി ഒരു യജമാനന് അടിമ കീഴ്പ്പെടുന്നത് പോലെ സ്വന്തം ഇഷ്ടങ്ങളെ മുഴുവനും മരിപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കുവാനായി സമർപ്പിക്കപ്പെടുന്ന, സറണ്ടർ ചെയ്യുന്ന ആളാണ് ശരിക്കും ശിഷ്യൻ എന്ന് ബൈബിൾ അർത്ഥമാക്കുന്നത്. അപ്പൊ അതിന് കൊടുക്കേണ്ട വിലയുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീടുള്ള നമ്മുടെ മെഡിറ്റേഷനുകളിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച മറ്റൊരു കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. കർത്താവിൻ്റെ ശുശ്രൂഷയിലുടനീളം ഫോളോ മീ എന്ന് കർത്താവ് പറഞ്ഞ് വിളിച്ചു. കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ഗ്രേറ്റ് കമ്മീഷനിലൂടെ കർത്താവിനെ അന്ന് അനുഗമിച്ച ശിഷ്യന്മാരെ നിയോഗിക്കുകയാണ്. സുവിശേഷം പറയണം, പുതിയതായിട്ടുള്ള കൺവേർട്സിനെ കർത്താവിൽ നിന്ന് കേട്ടത് മുഴുവനും പഠിപ്പിച്ച് യേശുവിൻ്റെ അനുയായികളാക്കണം. അപ്പൊ ഈ കൽപ്പന ഉൾക്കൊണ്ടവരാണ് ആദ്യത്തെ സഭകൾ. അതിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു യെരുശലേം സഭയിലെ അവരുടെ പരിചയം. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞത് പഠന സൗകര്യത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ അത് ഓർക്കണം. ഗ്രേറ്റ് കമ്മീഷൻ വ്യത്യസ്ത എംഫസിസുകളാണ് വ്യത്യസ്ത സുവിശേഷകർ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ പഠന സൗകര്യത്തിന് നാണയത്തിന്റെ 2 വശമായി നമ്മൾ അതിനെ ചിന്തിച്ചാൽ, നാണയത്തിന്റെ ഒരു വശം സുവിശേഷീകരണം, ഇവാഞ്ചലിസം.
നാണയത്തിന്റെ മറുവശം, ഇവാഞ്ചലിസത്തിൽ സുവിശേഷത്തോട് പോസിറ്റീവായി പ്രതികരിച്ച് യേശുവിൻ്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ വരുന്നവരെ കൃത്യമായി ദൈവവചനം പഠിപ്പിച്ച് യേശുവിൻ്റെ അനുയായികളാക്കുക. ഇത് രണ്ടും ഒരു പ്രാദേശിക സഭയിൽ നടക്കേണ്ടതാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ഈ ചരിത്ര പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതിൽ യെരുശലേം സഭയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്ന് വേറെ ഒരു ചർച്ചിന്റെ കാര്യം കൂടെ ആദ്യം ഒന്ന് സൂചിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. യെരുശലേം സഭയിൽ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ അല്ലെങ്കിൽ 4 വാക്യങ്ങളിലാണ് വാഗ്ദത്തമാം പരിശുദ്ധാത്മാവ് കാത്തിരുന്ന 120ഓളം ആളുകളുടെ മേൽ വരുന്നത്. അത് കഴിഞ്ഞ് ആളുകളെല്ലാം കൂടെ ഓടിക്കൂടുന്ന ഒരു അനുഭവം അതിന്റെ 13-ാം വാക്യം വരെ നമുക്ക് കാണാൻ കഴിയും. 14 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ പത്രോസിന്റെ സന്ദേശമാണ്. സന്ദേശം ക്രിസ്തു കേന്ദ്രിതമാണ്. അവിടെയാണ് നാണയത്തിന്റെ ആദ്യത്തെ വശം. നമുക്ക് ഈ ഗ്രേറ്റ് കമ്മീഷൻ ഇലസ്ട്രേറ്റഡ് ആണ്. അത് മനസ്സിലാക്കാൻ കഴിയാതെ അങ്ങ് ഭയങ്കര കടുങ്കട്ടൊന്നുമല്ല. നമ്മളൊന്ന് ഹൃദയം ഒന്ന് കൊടുത്താൽ, മനസ്സിനെ ഒന്ന് ഒരുക്കി കൊടുത്താൽ അത് നമുക്ക് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. അപ്പൊ പത്രോസിന്റെ ആദ്യത്തെ പ്രഭാഷണം ഒരു ഇവാഞ്ചലിസ്റ്റിക് സന്ദേശമാണ്, ക്രിസ്തു കേന്ദ്രിതമാണ്. അപ്പൊ അതിനോട് അവർ പ്രതികരിച്ചു പോസിറ്റീവായി. സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? 38-ാം വാക്യത്തിൽ അതിനുള്ള നിർദ്ദേശം കൊടുത്തു. 41-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ സ്നാനപ്പെട്ടു. അടുത്ത് നമ്മൾ കാണുന്നത് നാണയത്തിന്റെ മറുവശമാണ്. 3120ഓളം ആളുകളുണ്ട്. അവരെ വെറുതെ വിടുകയല്ല, അവരെ കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനം അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. സഭയിൽ ആളുകൾ വരുന്ന പഠിക്കാനാണ്, നേതൃത്വം പഠിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ എനിക്ക് തിടുക്കമുണ്ടായിരുന്നു പറയാൻ. ഇന്ന് ഒരിക്കൽ കൂടെ ഞാനത് പറയുന്നു. പരിശുദ്ധാത്മാവ് ആ സഭയെ നടത്തിയത് വചനത്തിലേക്കാണ്. ആത്മപൂർണരായ ദൈവത്തിൻ്റെ ദാസന്മാരെ നടത്തിയത് വചനം പഠിപ്പിക്കാനാണ്. ഇത് ഈ കാലഘട്ടത്തിൽ ഇത് വളരെ ആവർത്തിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അറിഞ്ഞോ അറിയാതെയൊക്കെ ഈ കാര്യങ്ങളിൽ നിന്ന് പ്രാദേശിക സഭകൾ മാറിപ്പോകുന്നതായിട്ട് വ്യാപകമായി ഞാൻ കാണുന്നു. വലിയ ഉണർവ് നടക്കുന്നു എന്ന് പറയുന്ന ഭാരതത്തിലെ വടക്കൻ മേഖലയിലാകട്ടെ, ഇപ്പൊ തെക്കൻ മേഖലയിലാകട്ടെ, ഇവിടെയൊക്കെ ശരിയാണ്, കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, പുതിയ ആളുകളൊക്കെ പലയിടങ്ങളിൽ കടന്നു വരുന്നു. പക്ഷെ ചോദ്യം ഇതാണ്, ഈ ശിഷ്യത്വ പരിശീലനം ഗ്രേറ്റ് കമ്മീഷൻ അനുസരിച്ച് ആ പ്രാദേശിക സഭകൾ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു. വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ദ ചർച്ച്? സഭയുടെ ലക്ഷ്യം എന്താണ്? സഭയുടെ ലക്ഷ്യം ആളുകളെ ശിഷ്യരാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷീകരണം തന്നെ ചെയ്യുന്നത് ശിഷ്യരാക്കുവാൻ വേണ്ടിയാണ്. ശിഷ്യന്റെ ലക്ഷ്യം യേശുവിനെ പോലെയാകുക എന്നുള്ളതാണ്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 2:42 വാക്യത്തെ ആസ്പദമാക്കി ഞാനിത് പറഞ്ഞ ശേഷം യെരുശലേം സഭ ദൈവവചനത്തിന് കൊടുത്ത പ്രാധാന്യതയെക്കുറിച്ച് ഞാൻ അല്പമായി ഒന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യത്തെ 8 അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ വളരെ കൃത്യമായിട്ട് അവരുടെ ആ ഊന്നൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പേഴ്സിക്യൂഷൻ ഉണ്ടാകാൻ കാരണം എന്താണെന്നുകൂടി ദൈവമക്കൾ ചിന്തിക്കണം. ആരെയും സൗഖ്യമാക്കിയത് കൊണ്ടല്ല, അവർ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തി പ്രസംഗിച്ചതാണ് വിഷയം. പ്രസംഗത്തോടും പ്രസംഗികളോടും ശക്തമായ പോരാട്ടം വരും. ദൈവവചനം കൃത്യമായി എക്സ്പോസ് ചെയ്യുന്ന, എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രെയർ ലൈൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ചിലപ്പോൾ പേഴ്സണലി അവരെ അറിയത്തില്ലായിരിക്കും, അത് വിഷയമല്ല. ജസ്റ്റ് പ്രേ ഫോർ ദ പ്രീച്ചേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഓഫ് ദ വേൾഡ്. അതിന് ഞാൻ നിങ്ങൾക്കൊരു വാക്യം കൂടി തരാം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ
അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രെയർ റിക്വസ്റ്റ് നടത്തുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ചില വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് വളരെ ഹൃദ്യമായി കർത്താവ് ഇടപെട്ട ഒരു വാക്യമാണ്. ഞാൻ അങ്ങനെ ഓർക്കുന്നു. അന്ന് ഞാൻ ഒരു ചെറിയ വീഡിയോ അതിന് ചെയ്തത്. ചെറിയ വാക്യമാണ്: സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അതെന്താ? ലോക്കൽ ചർച്ച് പ്രാർത്ഥിച്ചില്ലേൽ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഈ 10-13 ലേഖനങ്ങൾ എഴുതിയ ഈ ആത്മപൂർണനായ മനുഷ്യന്റെ ശുശ്രൂഷ മുന്നോട്ട് പോകത്തില്ലേ? എത്ര താഴ്മയോടെയാണ് ദൈവഭക്തൻ പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹി ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രെയർ ഓഫ് ദാറ്റ് ചർച്ച്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തിനാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. എൻ്റെ പ്രധാന വിഷയം അതല്ലല്ലോ. കൊലോസ്യ ലേഖനം, റോമാലേഖനം, എഫേസ്യ ലേഖനം, ഈ ലേഖനങ്ങളിലെല്ലാം പോൾ അത് വിശദീകരിക്കുന്നുണ്ട്. വൈ ദ ചർച്ചസ് മസ്റ്റ് പ്രേ ഫോർ ഹിം എന്നുള്ളത്. അത് ദൈവമക്കൾ ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. അപ്പം യെരുശലേമിലെ സഭാ നേതൃത്വം അവരുയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കേവലം ആളുകളെ രക്ഷയിലേക്ക് ക്ഷണിക്കുക മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവരെ ശിഷ്യത്വത്തിലേക്ക് നയിച്ചു. രണ്ടാമത്, ഇതേ പ്രിൻസിപ്പിൾ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ആന്റിയോക്ക് ചർച്ചിൻ്റെ സ്ഥാപനമാണ് നമ്മളവിടെ കാണുന്നത്. അവ മറക്കരുത്. നാണയത്തിൻ്റെ ഒരു വശം ഇറ്റ് ഈസ് ഇവാഞ്ചലിസം. അതെൻ്റെ ചിന്തയിൽ മിക്ക ദൈവമക്കളും ഇവാഞ്ചലിസം വൺ വേ ഓർ ദി അതർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു പോഡിയത്തിൻ്റെ പിൻപിൽ നിന്ന് ഒരു മാസ് ഓഡിയൻസിനെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും അവരവരുടേതായിട്ടുള്ള വിധത്തിൽ, ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലോ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻസിനോട് എവിടെയുമാകട്ടെ 1-to-1 നിങ്ങൾ ഗോസ്പൽ മെസ്സേജ് ഷെയർ ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ ഷെയർ ചെയ്യാത്തവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ടു ഇവാഞ്ചലൈസ്, ഈ ഗുഡ് ന്യൂസ് ആളുകളോട് പറഞ്ഞിരിക്കണം. പക്ഷേ അത് നാണയത്തിൻ്റെ ഒരു വശമാണ്. നാണയത്തിൻ്റെ മറുവശം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന സുവിശേഷം കേട്ട് ഒരാൾ കൺവേർട്ടഡ് ആകുകയാണ്. അവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയാണ്. അവർ മാനസാന്തര അനുഭവത്തിലേക്ക് അവർ വരികയാണ്. വേർപെട്ടൊരു ജീവിതം നയിപ്പാൻ അവർ ആഗ്രഹിക്കുന്നു എങ്കിൽ അവരെ തുടർന്ന് കർത്താവ് പഠിപ്പിച്ചതെല്ലാം പഠിപ്പിച്ച് യേശുവിൻ്റെ അനുയായിയാക്കുവാനുള്ള എല്ലാ ക്രമീകരണവും നിങ്ങൾ ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആന്റിയോക്ക് ചർച്ചിൽ ഈ രണ്ട് കാര്യം നമുക്ക് കാണാൻ കഴിയും. 11-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തികൾ അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇവാഞ്ചലിസം നടക്കുന്നത് കാണാൻ കഴിയും. അവിടെ അതിൻ്റെ സാഹചര്യങ്ങളിലൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫെനിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. ഇതാണ് 19-ാം വാക്യം. അപ്പൊ ഇത് 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ തുടർമാനമായിട്ട് ഇതിനെ ചിന്തിക്കണം. 7-ാം അധ്യായത്തിലാണ് സ്റ്റീഫൻ മാർട്ടിറാകുന്നത്. അതിനെ തുടർന്ന് വളരെ ശക്തിയായ പെർസിക്യൂഷൻ ദൈവസഭയ്ക്ക് ഉണ്ടായി. അതിനെ ചുക്കാൻ പിടിച്ച മനുഷ്യനാണ് സൗൾ. നമുക്ക് ആ വേദഭാഗങ്ങൾ അറിയാം. അപ്പൊ സാധാരണക്കാരായ വിശ്വാസികളെല്ലാം ഈ പെർസിക്യൂഷനിൽ യെരുശലേമിൽ നിന്ന് they were scattered. അപ്പോസ്തലന്മാർ യെരുശലേമിൽ തന്നെ പാർത്തു, ബാക്കിയുള്ളവരെല്ലാം സ്കാറ്റർഡായി. നമുക്കങ്ങനെ ഒരു കാര്യം ഊഹിക്കാൻ കഴിയത്തില്ല. നമുക്കങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്കതൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങൾ നിങ്ങളുടെ നാട്, വീട്, ഇപ്പോഴത്തെ ആ നല്ല വീട്, ഇതെല്ലാം വിട്ട് നിങ്ങൾ ഓടിപ്പോവുക. അപ്പോൾ നിങ്ങൾ എന്താണ്, ദൈവവചനം പറയുമോ അതോ നിങ്ങൾ എന്ത് ചെയ്യും? അത് അവരവരെ ആൻസർ ചെയ്യുക. ഇവർ ചെയ്ത് ഈ സ്കാറ്റേഡ് ആയിട്ടുള്ളവർ
they began to preach the gospel. അതിൻ്റെ കാരണം എന്താ? They were saturated with the word of God. 2-ാം അധ്യായത്തിന്റെ 42 അതിൻ്റെ ഒരു സൂചനയാണ്. കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനം അവരെ പഠിപ്പിച്ച് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ആളുകളായതുകൊണ്ട് ഭയങ്കര പ്രതികൂല സാഹചര്യത്തിൽ അവർ ഓടിപ്പോകുമ്പോഴും സുവിശേഷം അവര് പ്രസംഗിച്ചതായിട്ട്, സുവിശേഷം കൈമാറിയതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 20-ാം വാക്യം, അവരിൽ ചിലർ, ആരാണ് ഈ ചിലര്? അവരുടെ പേരുണ്ടോ? പേരൊന്നുമില്ല. പക്ഷെ ദൈവത്തിന് അവരെ അറിയാൻ നന്നായിട്ട്. ഇങ്ങനെ പരസ്യമായിട്ട് പേരറിയാത്ത എത്രയോ അനുഗ്രഹീതരായ ആളുകൾ അന്നും ഇന്നും സഭകൾ സ്ഥാപിക്കുന്നുണ്ട്, അല്ലേ? അവരെക്കുറിച്ച്, പലരെക്കുറിച്ച് നമ്മൾ അറിയണമെന്നില്ല. അങ്ങനെ അറിയാത്ത ഒരു കൂട്ടരാണ്. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ഈ അന്ത്യോക്യ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരുപാട് ആന്റിയോക്സ് ഉണ്ട്. ഇവിടെ സിറിയയുടെ തലസ്ഥാനമാകുന്ന ആന്റിയോക്ക് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെരുശലേമിന് വടക്ക് ഏതാണ്ട് 300 മൈൽ അപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം. വളരെ മ്ലേച്ഛത ഉള്ള ഒരു പട്ടണമായിരുന്നു. ഒരു എഴുത്തുകാരൻ പറയുന്നത് സെക്കൻഡ് ഓൺലി ടു കൊരിന്തെന്ന. അപ്പൊ അതുപോലെ അധാർമികമായ ഒരു സ്ഥലം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക ന്യൂയോർക്ക് പോലെയുള്ള ഒരു പട്ടണം. അങ്ങനത്തെ ഒരു പട്ടണമായിരുന്നു ആന്റിയോക്ക്. അവിടെ ചെന്ന് ഇവര് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവരറിയിച്ചു. 21-ാം വാക്യം, കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ്? 2 നിലയിൽ ചിന്തിച്ചു. അനേകര് അവിടെ ക്രിസ്തുവിലേക്ക് കൺവേർട്ടഡ് ആകാൻ ദ പവർ ഓഫ് ഗോഡ് വാസ് വിത്ത് ദം. ദ ലോർഡ് കൺഫേംഡ് ഹിസ് വേർഡ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. മറ്റൊരു ചിന്ത, അത്ഭുതങ്ങളും അടയാളങ്ങളാലും അവർ പറഞ്ഞ വചനത്തെ ഉറപ്പിച്ചു എന്ന് ചിന്തിക്കുന്നതിലും തെറ്റില്ല. കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. നിങ്ങൾ കണ്ടോ ആ കാര്യം? വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞറിഞ്ഞ മാനസാന്തരപ്പെട്ടു. അപ്പൊ മാനസാന്തരവും വിശ്വാസവും രക്ഷയുടെ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. ഇത് അവിടെ നടക്കുന്നു. ദൈവത്തിന്റെ വചനം പറഞ്ഞത് നിമിത്തം അവിടെ നടക്കുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന നാണയത്തിന്റെ ഒരു വശം ആയി. ഓക്കെ, അതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാ. പക്ഷെ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നിൽക്കാം. ഇവാഞ്ചലിസം നടക്കണം. നമ്മളെ ശിഷ്യത്വത്തിന് ഫോക്കസ് കൊടുക്കുമ്പോഴും ഇവാഞ്ചലിസമാണ് ആദ്യം നടക്കുന്നത്. ഇവാഞ്ചലിസത്തിൽ സുവിശേഷം പറയുമ്പോൾ സുവിശേഷം വിശ്വസിച്ച ആളുകൾ കൺവേർട്ടഡ് ആകുകയാണ്, ക്രിസ്തുവിലേക്ക് തിരിയുകയാണ്. ഇവിടെ യഹൂദന്മാരോടായിരുന്നു ഒരു ഘട്ടം വരെ. പിന്നീട് യവനായ ആളുകൾ ജാതികളോടും അവർ സുവിശേഷം പറയാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പൊ ഇതാണ് 21 വരെയുള്ള വാക്യം. 22 മുതൽ നിങ്ങൾ ചെക്ക് ചെയ്തേ. 22 മുതൽ നാണയത്തിന്റെ മറുവശമാണ് ദൈവവചനം പഠിപ്പിക്കുക. അതാണ് നമ്മുടെ ഫോക്കസ്. ഇത് എത്ര ആവർത്തിക്കണമെങ്കിലും ഞാൻ ആവർത്തിക്കാൻ എനിക്ക് ഒരു മടുപ്പുമില്ല. ഇത് ദൈവസഭകൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലെങ്കിൽ നാം ദൈവഹിതത്തിൽ നിന്നും ദൈവാലോചനയിൽ നിന്നും അകന്നു പോവുകയാണ് പ്രിയരെ. ഇന്ന് മെച്യൂർ ആകാതെ ഇമ്മെച്യൂരിറ്റിയിൽ നല്ല ശതമാനം വേർപെട്ട സമൂഹമാകാൻ കാരണം ദൈവവചനത്തിന്റെ പഠന
കുറവാണ്. അതിന് പ്രാദേശിക സഭാ നേതൃത്വം ഉത്തരവാദിത്വം എടുത്തേ മതിയാകത്തുള്ളൂ. നിങ്ങൾ നോക്കിയേ 22-ാം വാക്യം. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. ഇത്ര ആളുകളൊക്കെ മുന്നോട്ട് വന്നു, വലിയ ഉണർവ് നടക്കുന്നു എന്ന് യെരുശലേം സഭയുടെ നേതൃത്വം അറിഞ്ഞപ്പോൾ അവരുടെ ഒരു പതിവ് പാറ്റേൺ ആണിത്. 8-ാം അധ്യായത്തിൽ അവര് യോഹന്നാനെയും പത്രോസിനെയും കൂടെയാണ് ശമരിയയിലേക്ക് അയക്കുന്നത്. അവിടെ ഫിലിപ്പോസ് ഉപദേശിയുടെ നേതൃത്വത്തിൽ ഉണർവുണ്ടായി. ഇവിടെ അവരയക്കുന്നത് ബർന്നബാസിനെയാണ്. ബർന്നബാസിനെ കുറിച്ച് താഴോട്ടൊന്ന് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, ഹി വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മപൂർണനായ നല്ല സാക്ഷ്യമുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ളവരെ അയക്കാവൂ, അല്ലാത്തവരെ അയച്ചാൽ ഉള്ളടം കൂടെ പ്രശ്നത്തിലാകും. ഏതായാലും ബർന്നബാസിനെയാണ് നേതൃത്വം തെരഞ്ഞ് എടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് അയക്കുന്നു. 23-ാം വാക്യം. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അതായത് ആത്മപൂർണന്റെ ഒരു ക്വാളിറ്റി കേട്ടോ. ദൈവകൃപ കണ്ട് സന്തോഷം. അപ്പൊ ദൈവത്തിന്റെ കൃപയെ കാണാനൊക്കും. അതെ, ആ ദൈവകൃപ വ്യാപരിച്ചപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്ത ഫ്രൂട്ട്, ഫലം കണ്ടിട്ട് ഈ ആത്മപൂർണനായ മനുഷ്യൻ സന്തോഷിക്കുകയാണ്. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. 24-ാം വാക്യം. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അപ്പൊ ബർന്നബാസ് ചെന്ന് കഴിഞ്ഞും പിന്നെയും പീപ്പിൾ ആർ കമ്മിങ് ടു ദ ലോർഡ്. അപ്പൊ ശരിക്കും അവിടെ നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ റിവൈവലായി, ഭയങ്കരമായിട്ട് ആള് അവിടെ കടന്നു വരുവാനായിട്ട് തുടങ്ങി. ആന്റിയോക്കിൽ. 25-ാം വാക്യം. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതെന്താണ് കാര്യം? ഈ ആത്മപൂർണന്റെ മറ്റൊരു വിശേഷമായ കാര്യം ഞാൻ പറയാം. അവർക്ക് അവരുടെ പരിമിതികളെ അറിയാം. മാസായിട്ട് ആളുകൾ വരികയാണ്, ഹി കനോട്ട് ഡു ഇറ്റ് ബൈ ഹിംസെൽഫ് എന്ന് മനസ്സിലായി. സൗളിന്റെ കാര്യം ഓർമ്മ വന്നു. ഏകദേശം 10 വർഷത്തിനു മുമ്പ് 9-ാം അധ്യായത്തിൽ സൗള് കൺവേർട്ടഡ് ആയി ജെറുസലേം ചർച്ചിനോട് ചേർന്നതാണ്. പിന്നീട് യെരുശലേമിൽ നിന്ന് തർസോസിലേക്ക് തന്നെ അയച്ചു. കാലഘട്ടം നോക്കിയാൽ ഓൾമോസ്റ്റ് 10 years ആയി കാണുമെന്നാണ് ചിലരുടെ ചിന്ത. അപ്പൊ ബർന്നബാസിന് അദ്ദേഹത്തെ ശരിക്കറിയാം. ജാതികളുടെ ഇടയിലേക്ക് പോകാനുള്ള ഒരു മിനിസ്ട്രി സൗളിനുണ്ടെന്നുള്ളത് ബർന്നബാസിന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് അന്ത്യോക്യയിൽ ഒരുപാട് ജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് വരുന്നത്. ഇദ്ദേഹത്തിന് അത് സ്വന്തമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് താർസോസിൽ പോവുകയാണ് സൗളിനെ തേടി. എന്നിട്ട് സൗളിനെ കണ്ടെത്തിയാറെ മടക്കി ആന്റിയോക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് 25-ാം വാക്യം. 26. അവർ 1 സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ദാറ്റ്സ് മൈ പോയിന്റ്. നാണയത്തിന്റെ ഒരു വശം പേരെഴുതിയിട്ടില്ല. ചിലർ പീഡനത്തെ തുടർന്നു പോയി സുവിശേഷം പറഞ്ഞു. ദൈവത്തിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നു. ഇനി എന്നാ? ഓക്കെ, ബർന്നബാസിനെ അയച്ചു. ബർന്നബാസ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഒത്തിരി ആളുകളൊക്കെ വരുന്നുണ്ട്, നല്ല ഉണർവാ, ഞാൻ ഇവിടെ ഒന്ന് ശുശ്രൂഷിച്ചിട്ട് വരാം. അങ്ങനെയല്ല. ആത്മപൂർണനായ ബർന്നബാസ് നോക്കുമ്പോൾ അവർക്ക് ഇനി ടീച്ചിങ്സ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സുവിശേഷീകരണം നടന്നു, ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. വാട്ട് നെക്സ്റ്റ്? നാണയത്തിന്റെ മറുഭാഗം. അവിടെ ഇല്ലാഞ്ഞ ഒരു കാര്യമാണ് ദൈവവചനം പഠിപ്പിക്കുക. അപ്പോഴാണ് തനിക്ക് ബോധ്യം വരുന്നത് സൗളിന്റെ മിനിസ്ട്രിയെ കുറിച്ച്. ഇത്ര ആളുകളെ കൈകാര്യം ചെയ്യാൻ ഒക്കാത്തത് കൊണ്ട് സൗളിനെ കൂടെ വിളിച്ച് നോക്കിയ വാക്ക്,
ഒരു വർഷം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. സഭായോഗത്തില് ഉപദേശം കൊടുത്തെന്നാ, വചനം പഠിപ്പിച്ചെന്നാ. അങ്ങനെ ദൈവവചനം പഠിപ്പിക്കുന്ന പ്രാദേശിക സഭകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പഠിപ്പിക്കാത്തവരുണ്ടെങ്കിൽ വളരെ താഴ്മയോടെ എനിക്ക് പറയാനുള്ളത്, ദിസ് വാസ് ദ പ്രാക്ടീസ് ഓഫ് ദി ഏർലി ചർച്ച്. നമ്മളിപ്പോൾ അവരോട് ചോദിക്കുക, എൻ്റെ സഹോദരന്മാരെ, ഇത്ര ആളുകൾ വരുന്നു, നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇനിയും മൈലുകൾ താണ്ടി തർസോസിനെ ചെന്നിട്ട് സൗളിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു വർഷം വേറെ ഒന്നും ഇല്ലേ? അവരിത് ചെയ്യുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ കൽപ്പന അനുസരിക്കുകയാണ്. ദാറ്റ്സ് ദ വേ ജീസസ് ഡിസൈൻഡ് ഇറ്റ്. യേശുവിൻ്റെ അനുയായികളാക്കുവാൻ യേശുവിൻ്റെ കൽപ്പന പഠിപ്പിക്കണം. എൻ്റെ കേൾവിക്കാരായ ദൈവമക്കൾക്ക് ഇത് മനസ്സിലാകുന്നു എന്ന് ഞാൻ ധരിക്കട്ടെ. ഈ പ്രധാനപ്പെട്ട കാര്യം ഗ്രേറ്റ് കമ്മീഷനിൽ നമ്മൾ ഡൗൺ പ്ലേ ചെയ്തു. ഈ പ്രധാനപ്പെട്ട കാര്യം വാട്ടർ ഡൗൺ ചെയ്തു. ആളുകൾ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് വി ആർ ഹാപ്പി വിത്ത് ദിസ്. ആളുകൾ വരുന്നിടം തന്നെ ഇപ്പൊ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താ, നമ്മുടെ സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വരുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ ഈ കയറി പിടിക്കുന്നത്. അല്ലാതെ ന്യൂ കൺവേർട്സ് എത്ര പേരുണ്ട്? പുതിയതായി വീണ്ടും ജനനം പ്രാപിച്ച നമ്മുടെ സുവിശേഷീകരണത്തിലൂടെ രക്ഷയിലേക്ക് കടന്നു വന്ന രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. ആ അനുഭവത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷയിൽ വന്ന എത്ര പേരുണ്ട്? ശരിക്കും നമ്മൾ അതിനല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ഇവാഞ്ചലിസത്തിന് വാസ്തവത്തിൽ ശരിക്കും നമ്മൾ ടൈം ഡിവോട്ട് ചെയ്യണ്ടേ? ഖേദകരമായ കാര്യമാണ്, സുവിശേഷം പോലും കൃത്യമായാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലർക്കും അറിയത്തില്ല. ദുഃഖകരമാണ് ആ കാര്യം, ദുഃഖകരമാണ് ആ കാര്യം. ഞാനിങ്ങനെ കേട്ടു, ഒരു പ്രാദേശിക സഭയിലെ, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ട ഉള്ളതാണെങ്കിൽ ക്ഷമിക്കണം, ഒരു പ്രായമുള്ള ആള് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചിന്ത, നിങ്ങൾ എന്തിനാണ് ഈ ക്രൂശീകരണം ഇത്ര വലിയ കാര്യമാക്കുന്നതേ? എടാ, ഇത് അന്നത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരുന്നു. ഒരാളെ അങ്ങനെ ക്രൂശിച്ചു, അതിപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ട് അതെല്ലാരോടും വാദോരാതെ പറയുന്നത്, വൈ ഡു യു ഡു ദാറ്റ്? അപ്പൊ ഞാൻ ഇത് എന്നോട് പറഞ്ഞ ആളിനോട് പറഞ്ഞു, ഈ മനുഷ്യനപ്പൊ രക്ഷിക്കപ്പെട്ട ആളാണോ? ഈ ആൾ വാസ്തവത്തിൽ വേർപെട്ട സമൂഹത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞാൽ അങ്ങത്തെ ഫോമിൽ ഒപ്പുണ്ട് എന്നതിൽ കവിഞ്ഞ് ആത്മീകമായി എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? കാൽവറി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തെ പോലും തിരിച്ചറിയാത്ത ഒരു സമൂഹം ഇന്ന് നമ്മുടെ പള്ളികളിൽ ഉണ്ട് പ്രിയരെ. അതുകൊണ്ട് കൃത്യമായി സുവിശേഷം തന്നെ പറയാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു അനുഭവം ഇന്നുണ്ട്. ഇനി പറയുന്നവരെ ഓർത്ത് സ്തോത്രം. അവരുടെ പ്രവർത്തനത്തിലൂടെ കുറെ ആളുകൾ മുന്നോട്ട് വരുന്നു എന്ന് ഇരിക്കട്ടെ. അങ്ങനെ വരുന്ന സഭകൾക്കായി ദൈവത്തിന് സ്തോത്രം. ഇവരെ എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയിരിക്കുന്നത് സഭായോഗങ്ങളിൽ ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്കൊരു ലളിതമായ ഒരു ഭാഷ പറയുകയാണ്. സഭകൾ ബൈബിൾ സ്കൂളുകൾ പോലെയായി. ജനം വരുന്നത് പഠിക്കാൻ. ഈ രക്ഷയിൽ എങ്ങനെ വളരാൻ കഴിയും? ഈ ആവേശം വാസ്തവത്തിൽ ഇങ്ങനെ ദൈവവചനം പഠിക്കാൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ പത്രോസിന്റെ ലേഖനമൊക്കെ പഠിക്കുന്നവരാണല്ലോ, വായിക്കുന്നവരാണല്ലോ. ഈ രക്ഷയ്ക്കായി വളരാൻ മായമില്ലാത്ത പാല് കുടിക്കണം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ക്രൈവ് എന്ന, അതെന്താ പലർക്കും ഇല്ലാത്തത്? രക്ഷിക്കപ്പെട്ടിട്ടില്ല പലരും. കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ചെയ്യുന്നത് വാ പൂട്ടാതെ കരയുക എന്നുള്ളതാ. നീ കരഞ്ഞില്ലേൽ ഇവിടുത്തെ സമ്പ്രദായം അവിടുത്തെ എന്താന്ന് എനിക്കറിയത്തില്ല, നല്ല ഒരു അടി കൊടുക്കും, അപ്പൊ അത് കരയും. ആ കരച്ചില് മാറണമെങ്കിൽ അമ്മ പാല് കൊടുക്കണം. അപ്പൊ പാലിന് വേണ്ടി കരച്ചിലില്ല. ഒരു കരച്ചിലും ഇല്ലെങ്കിൽ
നമ്മൾ അഴിഞ്ഞു ഒരു കരുതലുമില്ല, ലൈഫ്ലെസ് ആണെങ്കിൽ സംഭവം വേറെയാ. മനസ്സിലാകുന്നുണ്ടോ? സംഭവം വേറെയാ. ഇത് നമ്മുടെ പ്രാദേശിക സഭകളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിത് മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം ആവർത്തിക്കുന്നത് എനിക്ക് സന്തോഷം ഉണ്ടായിട്ടൊന്നുമല്ല, ഹൃദയത്തിന്റെ വേദനയാണ്. രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം കുറഞ്ഞുപോയി. രക്ഷയുടെ സന്ദേശം പറയാൻ ഇപ്പൊ ആളും കുറഞ്ഞുപോയി. ഇനി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ടീച്ചിങ്സ് സഭായോഗങ്ങളിൽ ഇങ്ങനെയുള്ള, കാരണം സഭായോഗങ്ങളിലാണല്ലോ എല്ലാവരും വരുന്നത് അല്ലേ? വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ആരുണ്ട്? ഉള്ളവരുണ്ട്. പിന്നെ ഞായറാഴ്ച വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് ആരുണ്ട്? ഉള്ളവരുണ്ട്. ഞായറാഴ്ചയാ പിന്നെ ഡ്യൂട്ടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ഒക്കെ ഒന്ന് വരാൻ ഒരു ശ്രമം നടത്തുന്നത്. ആ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴും ഇവിടെ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ട്. കാരണം വിളിച്ചാൽ ഉടനെ നമ്മൾ ഇറങ്ങിപ്പോണം. നമുക്കിപ്പോൾ സഭായോഗമോ വചനമോ ഡിസൈപ്പിളെന്നോ ഇതൊന്നും അല്ല. ജോലി ഇതിനെക്കാട്ടിലൊക്കെ കവർ ചെയ്തു. എനിക്ക് ദൈവസ്നേഹത്തിൽ പറയാനുള്ളത്, ആത്മീയത കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ എല്ലാം. യേശു കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ സകലതും. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു വർഷം മുഴുവനും 2 ഉപദേശിമാർ ആത്മപൂർണ്ണർ, ബർന്നബാസും സൗളും കൂടെ സഭായോഗങ്ങളിൽ ബഹുജനത്തെ ദൈവവചനം പഠിപ്പിക്കായിരുന്നു. ആ 26-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം കൂടെ ഒന്ന് ചിന്തിച്ച്, ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. അവരെ കളിയാക്കാൻ വിളിച്ചതായിരിക്കും ക്രിസ്ത്യാനി എന്ന്. പക്ഷെ ആരെയാ വിളിച്ചത്? ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് ശിഷ്യന്മാരെയാണ്. ശിഷ്യനാരാണ്? രക്ഷിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിത ശൈലിയും പഠിപ്പിക്കലും മനസ്സിലാക്കി ഗ്രഹിച്ച് ജീവിതത്തിൽ അത് കോപ്പി ചെയ്യുവാനായി ബന്ധപ്പെടുന്ന, സറണ്ടർ ചെയ്ത ആളുകൾ, അവരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്. പേരൊക്കെ ക്രിസ്ത്യാനി പേരൊക്കെ നമുക്കുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഹൂ ഈസ് ദ റിയൽ ക്രിസ്ത്യൻ? എ ട്രൂ ഡിസൈപ്പിൾ ഈസ് എ ട്രൂ ക്രിസ്ത്യൻ. മറ്റേത് ക്രിസ്ത്യൻ മതത്തിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചു. കാരണം എന്തെങ്കിലും ഫോമിൽ എഴുതണ്ടായോ? റിലീജിയൻ ക്രിസ്ത്യൻ, പേരിൽ ക്രിസ്ത്യൻ, നേരിലോ? നേരിലെ ക്രിസ്ത്യൻ, ട്രൂ ഡിസൈപ്പിൾ, who has been genuinely converted and who is walking with the Lord. ജീസസ് ലീഡ് ചെയ്യുന്നു, അനുയായി കർത്താവിന്റെ പിറകിൽ ആ സെയിം ട്രാക്കിലൂടെ നടക്കുന്നു. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളത് ക്രിസ്തീയ സഭയുടെ ഹൃദയമാണ്. വേർഡ് മിനിസ്ട്രി. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 6:4. യെരുശലേം സഭയിലെ അപ്പോസ്തലന്മാർ പറഞ്ഞ, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അത് പറയാനൊരു കാരണമുണ്ട്. അവിടെ ഒരു ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായി. പ്രശ്നമുണ്ടാകാൻ കാരണം എന്താണെന്നറിയാമോ? അറിയാതെ അവർ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും പോയി വ്യാപൃതരായി. അപ്പൊ ഞങ്ങളുടെ വിധവമാർക്ക് നിങ്ങൾ വിളമ്പുന്നില്ല, ഞങ്ങളും നിങ്ങളും ഒക്കെ ആയി വലിയ പ്രശ്നമൊക്കെ ആയി. അപ്പൊ അതിനൊരു 7 ഡീക്കന്മാരെ നിയോഗിച്ചു കഴിഞ്ഞിട്ട് നേതാക്കന്മാര് പറയുക, ഞങ്ങളുടെ പണി പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ഉറ്റിരിക്കുക എന്നുള്ളതാണ്. This is very important for the leaders to hear and very important for the church to hear. Main ministry word ministry ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ചില ആളുകൾ അപ്പൊ he doesn't believe in healing, he doesn't believe in prophecy. അങ്ങനെയല്ല. രോഗികൾ സൗഖ്യമാകുന്നത് നല്ലതല്ലേ? ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന ആത്മപൂർണരായ പ്രവാചകന്മാരെ ഓർത്തു സ്തോത്രം.
പക്ഷെ ഇതിനൊന്നും ദൈവവചനത്തെ റീപ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല. വചനത്തിൽ ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ എങ്ങനെ ജീവിക്കണം? എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിച്ചൊരു കാലമുണ്ട്. ഇതിപ്പോ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ രാജ്യത്തിലായി. രാജ്യത്തിന്റെ നിയമം പഠിക്കണം. അത് പറഞ്ഞു തരാൻ എനിക്ക് ആള് വേണം. എൻ്റെ പേഴ്സണൽ പാസ്റ്റോറൽ മിനിസ്ട്രിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജനുവനായി, അങ്ങനെയൊക്കെ പറയേണ്ട സാഹചര്യമായി പോയി, ആദ്യം വരുന്ന ചർച്ച് ഒരു 3, 4, 5 വർഷം നിൽക്കുമ്പോൾ അവര് നമ്മളെ ഒന്ന് ഫോം ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ എങ്ങനെയോ വേറൊരു ചർച്ചിലേക്ക് നയിക്കുകയാണെന്നിരിക്കട്ടെ, വെരി ഹാർഡ് ടു ടീച്ച് പീപ്പിൾ ഹു ഹാവ് ബീൻ ഓൾറെഡി ടോട്ട്. ആഴത്തിൽ ശിഷ്യത്വ കാര്യങ്ങൾ പറഞ്ഞ് യേശു ഇങ്ങനെ ജീവിച്ചു, ഇതുപോലെ ജീവിക്കണമെന്ന് കയറത്തില്ല. അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയായിരുന്നു? ഞങ്ങൾ സഭാ ആരാധനയിൽ എപ്പോഴും പാട്ടുപാടി ഞങ്ങളുടെ പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ പോലും നേരമില്ലായിരുന്നു. ഇവിടെ എങ്ങനെ ഈ പൗലോസും ബർണ്ണബാസും കൂടെ ഒക്കെ ഈ സഭായോഗത്തിൽ പഠിപ്പിച്ചത്? ഞങ്ങൾക്കാണെങ്കിൽ ഒരിക്കലും അങ്ങനെയൊക്കത്തില്ല. പിന്നെ 15 മിനിറ്റോ 20 മിനിറ്റ്, അരമണിക്കൂർ വല്ലതും പ്രസംഗിച്ചാൽ എന്തുവാ നമുക്ക്? ടു മച്ച് സ്ട്രെസ്സായി പോവാ, അല്ലേ? സ്ട്രെസ്സായി പോവാ. പൗലോസിന്റെ മിനിസ്ട്രിയിൽ ഒരിക്കൽ പ്രസംഗിച്ച് ഒരുത്തൻ മറിഞ്ഞു വീണ് മരിച്ചുപോയി. പിന്നെ പൗലോസ് ആയതുകൊണ്ട് അദ്ദേഹം ഉയർപ്പിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ ഇതെല്ലാം ഇങ്ങനെ, see, we got to change, my dear brothers. We have to change. ദൈവവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇത് പഠിക്കുന്നത് ദി ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് ആൻഡ് their ലീഡർഷിപ്പ്. ഇതാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. അപ്പം ശിഷ്യത്വത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുവിനെ പോലെയാകുക. ഈ 2 കാര്യം മറക്കരുത്. സഭയുടെ ലക്ഷ്യം ആളുകളെ ശിഷ്യരാക്കുക. അതിനുള്ള പ്രധാനപ്പെട്ട മിനിസ്ട്രി, ഇറ്റ് ഈസ് ദ വേർഡ് മിനിസ്ട്രി ഓഫ് ടീച്ചിങ്. യെസ്, വി ബിലീവ് ഇൻ ഡിവൈൻ ഹീലിംഗ്, വി ബിലീവ് ഇൻ പ്രോഫസി, വി ബിലീവ് ഇൻ ഓൾ ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ കൃപാവരദാനങ്ങളിൽ വിശ്വസിക്കാത്തവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദൈവവചനത്തിൽ അവരോട് ഞാൻ എല്ലാ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആസ് ടോട്ട് ഇൻ ദ സ്ക്രിപ്ചർ വി ബിലീവ്. എന്നാൽ ദൈവവചനത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. വചനം ക്രമീകൃതമായി പഠിപ്പിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പുതുതായിട്ട് കടന്നു വരുന്ന കൺവേർട്ടിനെ നമ്മൾ വാസ്തവത്തിൽ വല്ലാതെയാക്കുകയാണ്. പറയാതിരിക്കാൻ തരമില്ല. സഭയുടെ ലക്ഷ്യം ശിഷ്യരെ ഉളവാക്കുക. ശിഷ്യന്റെ ലക്ഷ്യം എന്താണ്? യേശുവിനെ പോലെയാകുക. ഞാൻ 2-3 വാക്യങ്ങൾ വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. ഒരിക്കൽ ഞാൻ വായിച്ചതാണ്, ഒന്നുകൂടെ വായിക്കുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവൻ നടന്നതുപോലെ എന്ന് പറയുമ്പോൾ ഇൻ ഹിസ് ഇൻകാർനേഷൻ, ദൈവത്തിന്റെ പുത്രൻ ജഡാവതാരം ചെയ്ത ആ 33 വർഷത്തിൽ നമ്മൾക്ക് സുവിശേഷകർ തരുന്ന ആ മോഡൽ, ആ എക്സാമ്പിൾ. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വരും, ആദ്യത്തെ 30 വർഷത്തെക്കുറിച്ച് അധികമില്ലല്ലോ എന്ന്. അധികമില്ലെങ്കിലും കുറച്ചുണ്ട്. അപ്പൊ ഈ മോഡൽ ഓഫ് ലിവിങ്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ട ശേഷം എവ്രി ഡേ, ലിറ്റിൽ ബൈ ലിറ്റിൽ, സ്ലോലി ബീങ് കൺഫോംഡ് ടു ദ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതിന്റെ പൂർത്തീകരണം വരുന്നത് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല.
അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇതിന്റെ പൂർത്തീകരണം, യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുക, അതിന്റെ പൂർത്തീകരണം യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നാം പൂർണ്ണമായി അവനെ പോലെയാകും. ഈ പ്രത്യാശ ഉള്ളവർ തന്നെത്താൻ ശുദ്ധീകരിക്കുന്നവരാകും. ആ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിലൂടെ അവർ കടന്നു പോകുന്നവരായിരിക്കും. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം, അറിയാമെന്ന വാക്യം. ശരിക്കും ഞാൻ വായിക്കാൻ പോകുന്ന വാക്യത്തെക്കാൾ നമുക്കറിയാമെന്നത് അതിന് തൊട്ട് മുൻപുള്ള വാക്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും, എന്ത് കൈയടിച്ചിട്ടുള്ള വാക്യമല്ലേ. സ്തോത്രം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജോലി പോയത് നന്മയാണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിടം പൂട്ടിപ്പോയത് നന്മയാണ്? മക്കള് പരീക്ഷ എഴുതി തോറ്റുപോയത് നന്മയാണ്? എന്താ ഇവിടെ നന്മ? അത് ഞാൻ പറയുന്ന പോലെ ശാന്തമായിട്ട് പറഞ്ഞാലൊന്നും കൈയടിക്കത്തില്ല. അത് പറയേണ്ട ഒരു 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 രീതിയുണ്ട്, അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കുക, സകലതും 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 2-3 പ്രാവശ്യമൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉഷാറാവും. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതറിയണമെങ്കിൽ അടുത്ത വാക്യം നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ആ വാക്യം നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വെക്കുക. അവൻ മുന്നറിഞ്ഞവരെ, ഇനി അവസാന വാക്ക്, മുൻ നിയമിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ്. ആളുകൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെക്കുറിച്ചുള്ള ഹിതം ഒന്ന് വെളിപ്പെടുത്തണമേ കർത്താവേ. എന്താ എന്നെക്കുറിച്ചുള്ള ഹിതം? ഇത് നമ്മളെക്കുറിച്ചുള്ള ഹിതമാണ്. വേണോ? അയ്യോ ഇതാണോ? ഞാൻ ഓർത്ത് ഫ്ലോറിഡയിലേക്ക് മാറിപ്പോകുന്നതിന്റെ കാര്യം, അവിടെ വീട് കിട്ടുമെന്നുണ്ട്. നമുക്കാ ഹിതം മതി. നമ്മളെക്കുറിച്ചുള്ള ഹിതം എഴുതി വെച്ചേക്കുക. ഇതാരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചെന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ നേരത്തെ എഴുതി തന്നിരിക്കുക. അതെന്താണ്? തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുക. അതിനുവേണ്ടി നമ്മളെ മുൻ നിയമിച്ചിരിക്കുക. രക്ഷിക്കപ്പെട്ട എല്ലാവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അതാണ്. സ്തോത്രം. ഏകജാതൻ ഇപ്പോൾ ആദ്യജാതനായി. അതെങ്ങനെ? രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാരും കൂടെ ഈ കുടുംബത്തിലേക്ക് കയറി, ഈ കുടുംബത്തിൽ കൃപയാൽ വന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി മാറി. എൻ്റെ ആന്റിമാരെ, അങ്കിളുമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവിടെ നോക്കിക്കേ, എത്ര പേരുണ്ട് മക്കള്? എനിക്ക് 3 പേരുണ്ട്. വേറൊരാൾ പറയും 2 പേരുണ്ട്. വേറൊരാൾ പറയും ഒരാളുണ്ട്. ശരി, ഒരാളുള്ള ആളിനെ പിടിക്കും. മകനാകട്ടെ മകളാകട്ടെ, എത്ര തവണ നിങ്ങളോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ആ കുഞ്ഞിന്റെ ആ നടപ്പ് കണ്ടാൽ അപ്പനെ പറിച്ചു വെച്ചേക്കുക. എങ്ങനെയാടാ ഉക്കുന്നേ? അല്ലാതെ അങ്ങനെ വരൂ, അങ്ങനെ വരൂ. മോളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അയ്യോ അവിടെ ആ മൂക്കും ചെവി നോക്കി ആ അമ്മയെ പറിച്ചു വെച്ചേക്കുക. പറഞ്ഞിട്ടുണ്ടോ? ഇതങ്ങനെ അതെന്താണ്? ആ വീട്ടിൽ ജനിച്ചതാണ്, അപ്പൻ ജനിപ്പിച്ചു. അതുകൊണ്ട് അപ്പനെ പോലെ അമ്മയെ പോലെയും ആ കുട്ടി ഇരിക്കുന്നു. ആത്മീകമായിട്ട് ചിന്തിക്കണം.
ഇപ്പോൾ ഞാൻ ഒരു സാദൃശ്യം പറഞ്ഞത് ഭൗതികമാണ്. ആത്മീകമായിട്ട് അതിനെ ചിന്തിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വേറൊരു വാക്യം ഓർമ്മയിൽ വരുന്നില്ലേ? കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചുവല്ലോ. നമ്മളെ ജനിപ്പിച്ചു. വി ആർ ഇൻ ദ ഫാമിലി ഓഫ് ഗോഡ്. പക്ഷെ ഈ ജ്യേഷ്ഠ സഹോദരന്റെ സ്വഭാവവും നമ്മുടെ കണ്ടാൽ പൊരുത്തപ്പെടുന്നില്ല, അല്ലേ? ഉണ്ടോ? ഉള്ളവർക്കായി സ്തോത്രം. പൂർണ്ണരായിട്ടില്ല. നമ്മൾ ആ ട്രാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു ദിവസം നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങനെയാകും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ആ ജനറൽ ബോഡിയിലെ ജ്യേഷ്ഠ സഹോദരനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൊട്ടടുത്തുണ്ടെങ്കിൽ ഈ ജനറൽ ബോഡിയിൽ വഴക്കുണ്ടാക്കുമോ? ഉണ്ടാക്കുമോ? പക്ഷെ അനിയന്മാരെല്ലാം എന്തോ ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ സെക്രട്ടറി ആകാനും ട്രഷറർ ആകാനും ഒക്കെ ഈ പൊളിറ്റിക്സ് കളിച്ച് യേശുവിനെ നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ ഒക്കുമോ? ദാറ്റ് അവർ ലോർഡ് വുഡ് പ്ലേ ഓൾ this kind of church politics as they are playing today. Can you imagine your Lord doing that? ഒക്കുമോ ആന്റിമാരെ? എന്നിട്ട് നമ്മൾ പറയാണ്, ഞാൻ ആ കുടുംബത്തിനോട് നാണം കേടല്ലേ ഇത്? ഞാൻ ഈ കുടുംബത്തിൽ യേശുവിന്റെ അനുയായിയാണ്, ദൈവത്തിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സകലവിധ പരിപാടിക്കും ആരുണ്ട്? എന്താണ് ഈ കാണിക്കുന്നത്? എന്തുവാ നമ്മൾ ഈ ചെയ്യുന്നത്? ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ? നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ് ടു ബി കൺഫോം ടു ദ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജീസസിന്റെ ഹ്യൂമാനിറ്റിയിൽ എനിക്ക് വാസ്തവത്തിൽ ഇനിയും പറയാനുള്ളത് അതാണ്, ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്. കാരണം ഞാൻ പറയാം, നമ്മൾ ഇങ്ങനെയൊക്കെ പറയാം, യേശുവിന്റെ സ്വഭാവം പോലാണ്, യേശുവിന്റെ സ്വഭാവം. ചിലരുടെ മനസ്സിൽ വാട്ട് ആർ യു സേയിങ് പാസ്റ്റർ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ വാക്യം കണ്ടോ, ഈ വാക്യം കണ്ടോ, ഈ വാക്യം. ഓക്കെ, വാക്യം അവിടെ ഇരിക്കട്ടെ. ഈസ് ദാറ്റ് പോസിബിൾ? ഹി ഈസ് ഗോഡ്. ഐ അഗ്രി, ഹി ഈസ് ഗോഡ്. അപ്പോൾ തന്നെ ഹി ഈസ് മാൻ. അവിടുത്തെ ഹ്യൂമാനിറ്റിയിൽ ഈ ലോകത്തിൽ നമുക്ക് മാതൃകയായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജീവിച്ചു. ആ ജീവിതമാണ് തിരുവെഴുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. The Holy Spirit will illuminate his life to us as we read the scriptures. And then the Holy Spirit will empower us to live our life according to how he taught us. ഹ്യൂമാനിറ്റി ഓഫ് ജീസസിനെ കുറിച്ച് ഒരു കൺഫ്യൂഷനും ഉണ്ടാകരുത്. എനിക്കറിയാം, നമ്മൾ we believe in the deity of Jesus Christ. Very good. നമ്മളത് ഡിഫെൻഡ് ചെയ്യാൻ ബന്ധപ്പെടുന്നവരാണ്. വെരി നൈസ്. പക്ഷെ വേദപുസ്തകം യേശുവിനെ കുറിച്ച് പറയുന്ന വെളിപ്പാട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെ പറയാം, യേശുക്രിസ്തു ഒരു വ്യക്തിയിൽ തന്നെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. എന്നേക്കും അങ്ങനെ ആയിരിക്കും. അതിന്റെ വിശദീകരണം മേ ബി നെക്സ്റ്റ് ടൈം വി കം ടുഗദർ വി വിൽ ടോക്ക്. 100% ഗോഡ്. ഈവൻ ഹ്യൂമാനിറ്റിയിൽ അവിടുന്ന് ആയിരുന്നപ്പോഴും ഹി ഈസ് ദ ഗോഡ് മാൻ. 100% ദൈവം, 100% മനുഷ്യൻ. അല്ലാതെ ചിലർ ചിന്തിക്കുന്നത് പോലെ ഹ്യൂമാനിറ്റി എടുത്തപ്പോൾ ദൈവത്വം എല്ലാം അങ്ങ് കളഞ്ഞെന്നല്ല. God can never cease to be God. He is always God. പക്ഷെ കന്യകാജനനത്തിലൂടെ അവിടുന്ന് മനുഷ്യ പ്രകൃതം കൂടെ എടുത്തു. അപ്പോൾ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് ഈ നമുക്ക് എക്സാമ്പിളായി കർത്താവിൻ്റെ ഹ്യൂമാനിറ്റിയിൽ അവിടുന്ന് ജീവിച്ച് നമ്മളെ കാണിച്ചു. അതുപോലെ ആകാനാണ്.
we are powerless in ourselves. We need the Holy Spirit for that. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ലക്ഷ്യബോധം കൊടുത്തിട്ടുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ? കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ we are born into the family of God. ആ ഫാമിലിയിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം? ദൈവത്തിന് നമ്മളെ കാണിക്കണം. Look at my son. That's the way you ought to live. And I give you my spirit so that you can live that way. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഹ്യൂമാനിറ്റിയിൽ നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ ഒക്കുമോ? യേശു കപ്പർനൗമിലെ സിനഗോഗിൽ വന്നു. സിനഗോഗുകാരെല്ലാം കൂടി ഓടിച്ചു. ഇന്ന് നടക്കുമോ? മൂത്തച്ചായനെ എല്ലാവരും കൂടി ഓടിക്കുകയാണെങ്കിൽ വിവരം അറിയും. അവിടെ കൊണ്ട 10 കേസും കൊടുക്കും, വഴക്ക് വിടും, ഒരു പ്രത്യേക ഗ്യാങ്ങും പിടിക്കും, അല്ലേ? ഞങ്ങൾ അടുത്ത സിനഗോഗ് തുടങ്ങും. And we are claiming that we are all children of God and we are brothers and sisters of Jesus Christ. നിങ്ങൾക്ക് ആ കോൺട്രാഡിക്ഷൻ മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? നിങ്ങൾ ഇപ്പൊ എന്നെക്കാട്ട് നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, നിങ്ങൾ മിടുക്കരാണ്. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ലോകത്തോട് പറയുന്ന നമ്മുടെ സാക്ഷ്യവുമായിട്ട് നമ്മുടെ ലൈഫിന് ഒരു ബന്ധവും ഇല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് ഞാനൊരു ശിഷ്യയാണെന്ന് പറയുമ്പോൾ we mean to say that we are in the same family and ഞങ്ങളെ കണ്ടാൽ ചേട്ടച്ചാരെ പോലെ ഇരിക്കും. Really? അങ്ങനെയായിരുന്നെങ്കിൽ വാട്സാപ്പിൽ ഈ നുണയെല്ലാം കൂടെ നമ്മൾ അയക്കുമോ? എന്തെല്ലാം നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ കൂട്ട് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇങ്ങനെയായിരുന്നു, അവിടുന്ന് നമ്മളെ എടുത്തിരിക്കുന്നത് ഒരു പാറ്റേൺ കാണിക്കുക. ദാറ്റ്സ് ദ വേ ടു ലിവ്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ, അതിനേൽപ്പിച്ചു കൊടുത്താൽ, ജീസസിനോട് പിതാവാം ദൈവം പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ ദൈവപ്രസാദമുള്ള ജീവിതം, ടു ബി കൺഫോം ടു ദ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഹ്യൂമാനിറ്റിയിൽ പിതാവാം ദൈവം അയച്ചതിന് പല കാരണങ്ങളുണ്ട്. I'll tell you again, പല കാരണങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കൊരു എക്സാമ്പിൾ ആകുവാനാണ്. That's the way to live. നമ്മൾ ആ ഭാഗത്തിലേക്കാണ് വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തെ ആസ്പദമാക്കിക്കൊണ്ട് അവിടെ നിന്ന് നമ്മൾ പഠിക്കും. മറ്റ് മത്തായിയുടെ സുവിശേഷം, മാർക്കിൽ നിന്നൊക്കെയും നമ്മൾ റെഫറൻസുകൾ തീർച്ചയായിട്ടും എടുക്കും. ഒരു സൂചന ഞാൻ തരാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ആ ജീവിത സമയത്ത് അവിടുത്തെ ഹാഫ് ബ്രദേഴ്സും സിസ്റ്റേഴ്സും അംഗീകരിച്ചില്ല യേശുവിനെ. അവിടുത്തെ ദൈവത്വം അംഗീകരിച്ചില്ല. ഇൻഫാക്ട് അവർ സർക്കാസ്റ്റിക് ആയിട്ട് കളിയാക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മളായിരുന്നെങ്കിൽ എങ്ങനെയാ പ്രതികരിക്കുന്നത്? ജീസസ് എങ്ങനെയാ പ്രതികരിച്ചത്? ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. യേശു കയറി ചെന്ന യേശുവിൻ്റെ പള്ളി, കഫർനൗമിലെ സിനഗോഗ്, നാസറത്തിലെ സിനഗോഗ്. കഫർനൗമിൽ അവിടെ പോയിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് കുറേ മാസങ്ങൾ കഫർനൗമിൽ തന്നെ താമസിച്ചു. എന്നാൽ മാതൃ സിനഗോഗ് നാസറത്താണ്. അവർ വളരെ നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. ഏകദേശം 1 വർഷം കഴിഞ്ഞ് അതേ സിനഗോഗിൽ വന്നു. പിന്നെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ആ പ്രതികരണം, അവിടുത്തെ പ്രതികരണം പലപ്പോഴും നമുക്കൊക്കെ, നമ്മളെ ഒരു ചർച്ചിൽ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു നമുക്ക് ബുദ്ധിമുട്ട്, നമ്മൾ പ്രതികരിക്കുന്നത് ലോക മനുഷ്യരെ പോലെയല്ലേ? ആൻഡ് ടോൾ ക്ലെയിംസ് ആണ്. ടോക്ക് ഭയങ്കരമാണ്, ടോക്ക്. പക്ഷേ വോക്ക് ടോക്കിനൊത്തതല്ല. ഞാൻ ആ വാക്യം വായിച്ച് ഞാൻ നിർത്താം കേട്ടോ. റോമർസ് 8:29. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തൊരു പദവിയാണ് ഇതല്ലേ, എന്തൊരു പദവിയാണ് പ്രിയരെ. ആൻഡ് ലെറ്റ് മീ നോട്ട് ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് എ വെരി സിമ്പിൾ തിങ്. ഇറ്റ് ഈസ് നോട്ട്. We have to pay
എ ഹെവി പ്രൈസ്. കർത്താവിനെ അനുഗമിക്കുന്നതിന് there is cost involved. അത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയുമല്ല, യാഥാർത്ഥ്യം പറയാം. ആത്മനിറവിൻ ജീവിതമാണ് ശിഷ്യത്വ ജീവിതം. ശിഷ്യത്വ ജീവിതമാണ് അനുഗമനത്തിന്റെ പാത. ദാറ്റ് ഈസ് ദ കിങ്ഡം ലൈഫ്. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് വില്ലിംഗ്, I'll see you next week for our 4th meditation. Thank you. God bless.